പല സിനിമകളിലും ഇപ്പോൾ നമ്മൾ ക്യാമറയുടെ ഫ്രണ്ടിൽ അല്ലെങ്കിൽ ഇത് കാസ്റ്റ് ആയിരിക്കും നല്ല ഹെവി ആയിട്ട് നിൽക്കുക, ലൈക്ക് പക്ഷെ ക്രൂ നമ്മൾ അത്രയും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. പക്ഷേ ഈ സിനിമയിൽ ക്രൂയിലോട്ട് നമ്മൾ ഈച്ച് ആൻഡ് എവറി എലമെന്റ്സ് നോക്കുമ്പോൾ ലൈക്ക് വെരി വൈറ്റൽ ആൻഡ് എലഗന്റ് ആയിട്ടുള്ള ക്രൂ ആണ്. ഡയറക്ഷൻ ആണെങ്കിലും സ്ക്രിപ്റ്റ് ആണെങ്കിലും ലൈക്ക് മ്യൂസിക് ആണെങ്കിലും എന്താണെങ്കിലും എഡിറ്റിംഗ്, ക്യാമറ, മുഹമ്മദ്, ഫീനിക്സ് പ്രഭു, ക്രിസ്റ്റോ, ബ്രഹ്മയുഗം, ക്രിസ്റ്റോയുടെ 4ാമത്തെ പടമാണിത്. ലൈക്ക് എല്ലാം ഭയങ്കര എന്താ പറയാ ഫുള്ളി പാക്ഡ് ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ അഭിനയിക്കുമ്പോൾ അല്ലെങ്കിൽ ആസ് ഇപ്പൊ ഈ നമ്മൾ സിനിമയിൽ അഭിനയിച്ചെങ്കിൽ പോലും ഫസ്റ്റ് ഡേ തിയേറ്ററിൽ ചെന്ന് കാണുമ്പോൾ ഇതെല്ലാം എലമെന്റ്സും നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്? ലൈക്ക് മറ്റ് സിനിമകൾ കാണുമ്പോഴേ പോലെ ഈ ഫുൾ കാസ്റ്റ് ആൻഡ് ക്രൂ രണ്ടും ഈക്വലി ബാലൻസ് ചെയ്ത് കാണുന്നവരാണോ നിങ്ങൾ? ഞാൻ അഭിനയിച്ച എന്റെ കാര്യം ഞാൻ പറയാം, അത് ഇങ്ങനെ തന്നെയായിരിക്കും എല്ലാ ആക്ടേഴ്സ് എന്നും എനിക്ക് തോന്നുന്നു. അങ്ങനെ ആയിരിക്കണം. ആക്ച്വലി ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ ഞാൻ അഭിനയിച്ച പടം ഞാൻ തിയേറ്ററിൽ പോയി കാണുമ്പോൾ ഞാൻ ആക്ച്വലി ഇപ്പം ടർബോയും ആദ്യമായിട്ടല്ല ഞാൻ തിയേറ്ററിൽ പോയി കാണാൻ പോകുന്നത്. ഇതിൻ്റെ പല എഡിറ്റിങ്ങിൻ്റെ സമയത്തും പല എഡിറ്റും ഞാൻ കണ്ടിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫായിട്ട് സെക്കൻഡ് ഹാഫായിട്ട് പല റീലുകളായിട്ട് ഇതൊക്കെ കണ്ടിട്ടുണ്ട് വർക്ക് ചെയ്യുന്ന സമയത്ത്. ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു ഫൈനൽ മിക്സിങ്ങിൻ്റെ സമയത്ത്. അങ്ങനെയാണ് മിക്ക പടങ്ങളും. കണ്ണൂർ സ്ക്വാഡും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ തിയേറ്ററിൽ വന്ന് നമ്മൾ പടം കാണുമ്പോൾ നമ്മുടെ പെർഫോമൻസ് എങ്ങനെയാണ് ബാക്കിയുള്ളവർ സ്വീകരിക്കുന്നത്, ബാക്കിയുള്ളവർ എങ്ങനെയാണ് അതിനെ റിയാക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് എനിക്ക് കൂടുതൽ അറിയാൻ താല്പര്യമുള്ള കാര്യവും ടെൻഷനും എല്ലാം അത് തന്നെയാണ്. കാരണം പടം ഏത് രീതിയിൽ വലിയ ഹിറ്റായാലും ഹിറ്റായില്ലെങ്കിലും അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ ചോദ്യം ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് അടുത്ത എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും വലിയ കാര്യം അതെ ഇനിയുള്ള പ്രൊജക്ട്സ് എന്ന് പറയുന്നത് ഈ ഒരു പടത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇതിനെത്രത്തോളം എനിക്ക് സ്വീകാര്യത കിട്ടുന്നു എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നതും ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നതും അതിനു വേണ്ടി തന്നെയാണ്. ഓഫ് കോഴ്സ് പടത്തിൻ്റെ വിജയം വലിയൊരു മാറ്ററാണ്. അതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ പണിയും ശ്രദ്ധിക്കപ്പെടണം എന്നുള്ളത്, എന്നാലേ എനിക്ക് കഞ്ഞി പിടിച്ച് ജീവിക്കാൻ പറ്റുള്ളൂ. തന്നെയാണ്. കാരണം ഒന്നാമത് അഭിനയിക്കുന്ന സമയത്ത് നമുക്ക് ടെൻഷൻ കുറവാണ്. അഭിനയിക്കുന്ന സമയത്ത് ഇതൊന്നുമില്ല ചിന്തിക്കുന്നത്, അത് വൃത്തിയായിട്ട് അഭിനയിക്കാമെന്നുള്ളതാണ് ചിന്തിക്കുന്നത്. തിയേറ്ററിൽ അതാണ് നമ്മുടെ ചോദ്യം. കാരണം അഭിനയിക്കുന്ന സമയത്ത് ടെക്നിക്കൽ ടീം ഇത്ര സ്ട്രോങ് നമുക്കൊരു ടെൻഷനും ഇല്ല. നമ്മൾക്ക് ഒരു ടെൻഷനും ഇല്ല ഇതിന്റെ അകത്ത്. അവർ നോക്കിക്കോളും, അവരുടെ പണി നമ്മൾ നോക്കിക്കോളും. പിന്നെ കാണുമ്പോൾ ഈ പറഞ്ഞ പോലെ ആസ് എ മൂവിയും നോക്കും. ആസ് എ മൂവി എങ്ങനെയുണ്ട്, നമ്മൾ എന്റർടൈൻഡ് ആവുന്നുണ്ടോ എന്നുള്ളതും നോക്കും. പിന്നെ ഇത് തന്നെ നമ്മുടെ ക്യാരക്ടർ വർക്കായോ, കാരണം നമ്മുടെ ഭാഗം മര്യാദയ്ക്ക് ചെയ്തിട്ടുണ്ടോ, ആൾക്കാർക്ക് എന്ത് തോന്നുന്നു, ബിലീവബിൾ ആണോ, പിന്നെ ഓഫ്കോഴ്സ് മമ്മൂക്കയുടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടോ, ഇതൊക്കെയാണ് എൻ്റെ വലിയൊരു സന്നാഹം തന്നെയാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യാനുള്ളത്. ഓഫ്കോഴ്സ് മമ്മൂക്ക ഉണ്ട് അവിടെ സൈഡിൽ. മമ്മൂക്ക എത്രത്തോളം ആർട്ടിസ്റ്റുകളെ കംഫർട്ടബിൾ ആക്കുന്നത് നമ്മൾ കണ്ണൂർ സ്ക്വാഡിൽ തന്നെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ വലിയ എക്സ്പീരിയൻസ് ആയിട്ടുള്ള വൈശാഖേട്ടൻ്റെ 11ാമത്തെ പടമാണ്. അതിനു മുമ്പും ഒരുപാട് പടങ്ങളിൽ അസോസിയേറ്റ് ചെയ്യുകയും അസിസ്റ്റൻ്റായി നിൽക്കുകയും ചെയ്യുന്നതാണ്. വിഷ്ണു വലിയ എന്താ പറയുക ഒരു പാൻ ഇന്ത്യൻ പടങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സിനിമാറ്റോഗ്രാഫറാണ്. മിഥുൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഇതിൻ്റെ അകത്ത്. ഷമീറും പല സെറ്റിൽ വന്നിരുന്ന് സംസാരിക്കും. പിന്നെ ഇതിൻ്റെ കോ ഡയറക്ടേഴ്സ് 2 പേരുണ്ട്. അവരെയും ഭയങ്കര ഷാജി പാടൂർ, എബ്രാഹിമിൻ്റെ സന്തതികളുടെ ഡയറക്ടർ, പിന്നെ സജിമോൻ ചേട്ടൻ മലയും കുഞ്ഞിൻ്റെ ഡയറക്ടർ. ഇവർ 2 പേരും കോ ഡയറക്ടേഴ്സ് ഈ പടത്തിലുണ്ട്. അപ്പം നമ്മളെ ഹെൽപ്പ് ചെയ്യാനും നമ്മളെ കംഫർട്ടബിൾ ആക്കാനും അതെ അത്രയും ഇതുള്ള ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ടെൻഷൻ അടിക്കുകയും പേടിക്കേണ്ട യാതൊരു അവസ്ഥയും ഉണ്ടായിരുന്നില്ല. ഇനിയാണ് ഇവരെ എല്ലാവരെയും പ്രേക്ഷകരാണ് ഡിസൈഡ് ചെയ്യുന്നത് കറക്റ്റ് ആയോ, കാസ്റ്റിംഗ് കറക്റ്റ് ആയോ, എല്ലാം ഇതൊക്കെ ഡിസൈഡ് ചെയ്യുന്ന. അങ്ങനത്തെ പ്രഷർ ഉണ്ടായിരുന്നു. കാരണം ഇത്രയും വലിയ കാസ്റ്റ് ക്രൂ ആണ് ബാക്കിലുള്ളത്. അല്ലല്ല, നിങ്ങൾക്ക് സിനിമ ഇനി കഴിയുമ്പോഴേക്കും ക്രൂ അവരുടെ വർക്ക് കഴിഞ്ഞു. അവർക്ക് ഇനിയിപ്പോ ചെയ്തപ്പോ ഇത് എന്താവും, ഇത്രയും വലിയ ക്രൂ ആണ് ബാക്കിൽ നിൽക്കുന്നത്, നമ്മളെ ആ ഒരു ഇത് തോട്ടുണ്ടായിട്ടുണ്ടോ? അതിന്റെ പോസിറ്റീവ് സൈഡാണ് ഞാൻ പറഞ്ഞത്. അത് വളരെ ഒരു സ്ട്രെങ്ത് ആയിരുന്നു. നമ്മൾക്ക് ഇത്ര വലിയൊരു ക്രൂ നമ്മളൊപ്പം ഉണ്ടല്ലോ എന്നുള്ളത് സ്ട്രെങ്ത് തന്നെയായിരുന്നു നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. നമുക്ക് പേടിയെന്നല്ല, നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന അവരെങ്ങനെ സ്വീകരിക്കും എന്നുള്ളത് ഓരോരുത്തർ ഓരോ മൂഡിലല്ലേ. പടത്തില് ഈ ക്യാരക്ടർ ജെറി എന്ന് പറഞ്ഞ ശബരീഷിന്റെ ക്യാരക്ടറും ഇന്ദുലേഖ എന്ന് പറഞ്ഞ എന്റെ ക്യാരക്ടറും ആ ക്യാരക്ടേഴ്സ് വർക്ക് ആയോ എന്നുള്ളതും ഉണ്ട്. ഫ്ലവേഴ്സ് 9ാം വാർഷിക നിറവിൽ